ഏറ്റവും സങ്കടകരമായ വാർത്തയിലേക്ക് നമ്മൾ വീണ്ടും ചെല്ലുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ വയനാട് ഒരു തീരാവേദനയായിട്ട് 10ാമത്തെ ദിവസമാണെന്ന്. ഇന്നും തെരച്ചിൽ തുടരും. വിറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരെയും ജീവിതത്തിൽ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം നഷ്ടപ്പെട്ടു പോയവരുടെയും എടുപ്പ് നടക്കുന്ന സമയമാണിപ്പോൾ. അവരുടെ സങ്കടത്തിനൊന്നും ഇന്നോ നാളെയോ ഒന്നും ഒരിക്കലും അവസാനം ഉണ്ടാകില്ല. അതിനിടയിലാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു വിരഹത്തിൻ്റെ ഒരു ഇടവാങ്ങലിൻ്റെ കഥയുമായി വിനേഷ് ഫോഗട്ട് വന്ന് ഗോത വിട്ടു. വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സ് തിരിച്ചടിക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ചു ഗുസ്തി താരം വിനീഷ് ഫോഗട്ട്. സ്വപ്നങ്ങൾ തകർന്നുപോയെന്നും ഇനി കരുത്തൊന്നും ബാക്കിയില്ലെന്നും വിനീഷ് ഫോഗട്ട് എക്സിൽ കുറിച്ചു. വിശദാംശങ്ങളുമായി വിനീഷ് ഫോഗട്ട് ജനിച്ച ഹരിയാനയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു ബൽറാം നെടുങ്ങാടി. വിനീഷ് ഫോഗട്ടിൻ്റെ ഗ്രാമത്തിൽ നിന്നാണ് വിനീഷ് ഫോഗട്ട് ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേരുന്നത്. ബൽറാം ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഞാനിപ്പോൾ ഉള്ളത് ഹരിയാനയിലെ ചർക്കി ദാദ്രി ജില്ലയിലെ ബലാലി ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിൽ നിന്നാണ് ഇന്ത്യക്ക് വേണ്ടി ഒട്ടേറെ മെഡൽ നേടിയ ഒട്ടേറെ കായിക താരങ്ങൾ, പ്രത്യേകിച്ച് വനിതാ കായിക താരങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നത്. അതിൽ പ്രത്യേകിച്ചും വിനേഷ് ഫോഗട്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ സങ്കടകരമായ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം വിനേഷ് ഫോഗട്ടിൻ്റെ അയോഗ്യയാക്കിയതും. തുടർന്ന് അല്പസമയം മുമ്പ് വിനേഷ് തൻ്റെ രാജി അല്ലെങ്കിൽ ഗുസ്തിയിൽ നിന്നും ഉള്ള തൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുക എന്നുള്ളത് ആ ഒരു സങ്കടം ഈ ഗ്രാമത്തിൽ നമുക്ക് ദൃശ്യമാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ വിനേഷ് ഫോഗട്ടിൻ്റെ അമ്മാവനും ഒപ്പം തന്നെ കോച്ചുമായ മഹാവീർ ഫോഗട്ടിൻ്റെ വസതിയിലാണ്. വിനേഷ് ഫോഗട്ട് തൻ്റെ കായിക ജീവിതം ആരംഭിക്കുന്നത് തന്നെ ഈ വസതിയിൽ നിന്നാണ്. അവരുടെ ഈ അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. മഹാവീർ ഫോഗട്ട് ഇന്ന് രാവിലെ നമ്മൾ കാണാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഇന്നലെ പുലർച്ചെ 3 മണിയോടെയാണ് ഉറങ്ങാൻ കഴിഞ്ഞത് എന്നും ഇപ്പോൾ ഉണർന്നിട്ടില്ല എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റ് അംഗങ്ങൾ ഈ വസതിയിലുണ്ട്. ജി विनेश ने गुड बाय बता दिया है रेसलिंग से, आप क्या लग रहा है आपको? आप नहीं कर ഇവരെന്തായാലും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം ഈ ഗ്രാമവാസികളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഇവിടെ എത്തിയ ഘട്ടത്തിൽ തന്നെ അവരെല്ലാം തന്നെ വലിയ സങ്കടത്തിലാണ്. വിനേഷിനുമായി സംസാരിക്കാൻ കഴിയുമെന്നും ഈ ഒരു തീരുമാനം പുനഃപരിശോധിപ്പിക്കാൻ കഴിയും എന്നുമുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഗ്രാമവാസികളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. അതേസമയം വിനേഷിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പോരാട്ടങ്ങൾ അതിലൂടെ കടന്നു വന്ന ഒരു ജീവിതമാണ്. 29 വയസ്സ് ആണെങ്കിൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ തന്നെ കായിക മേഖലയിലും ഒപ്പം തന്നെ മറ്റ് പോരാട്ടങ്ങൾക്കെല്ലാം തന്നെ അതിന് നേതൃത്വം വഹിച്ച ഒരു വ്യക്തി കൂടിയാണ്. അപ്രതീക്ഷിതമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നടപടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായതും. ഒരു മെഡൽ ഉറപ്പിച്ചിടത്തു നിന്നാണ് മെഡലില്ലാതെ അയോഗ്യയാക്കി പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ ആഘാതം കൃത്യമായി തന്നെ വിനേഷ് ഫോഗട്ടിൻ്റെ ഈ തീരുമാനത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കായിക മേഖലയ്ക്ക് അപ്പുറത്തേക്ക് സിനിമാ മേഖലയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നും എല്ലാം തന്നെ വലിയ പിന്തുണ വിനേഷിന് ലഭിച്ചിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയുണ്ടാകുമെന്നും വിനേഷുമായി സംസാരിച്ച് ഈ തീരുമാനം പുനഃപരിശോധിക്കപ്പെടും എന്നുമുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നാട്ടുകാർ അടക്കമുള്ളവർ പങ്കുവയ്ക്കുന്നത്. ഈ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഹരിയാനയിൽ ഈ ലിംഗനീതി എന്ന ഒരു കാര്യം അത് ചർച്ച ചെയ്യപ്പെടുക ചെയ്യാത്ത ഘട്ടത്തിലാണ് പെൺകുട്ടികൾക്ക് വേണ്ടി ഗുസ്തി പരിശീലനം നടത്തുകയും അവിടെ നിന്നും 6 വനിതാ കായിക താരങ്ങൾ വരികയും ചെയ്തത്. ഫോഗട്ട് സിസ്റ്റേഴ്സ് എന്ന പേരിൽ ലോക പ്രശസ്തരായി മാറിയ ആ 6 പേരിൽ ഒരാളാണ് വിനേഷ് ഫോഗട്ട്. ചെറുപ്പം മുതൽ തന്നെ ഒരു കുട്ടിയായിരിക്കുമ്പോൾ മുതൽ തന്നെ ഇത്തരത്തിലുള്ള സമൂഹത്തിൻ്റെ സമ്പ്രദായങ്ങളോടുൾപ്പെടെ പോരാടി മുന്നോട്ട് വന്ന ഒരു കായിക താരം. അതിനുശേഷം നേടിയ മെഡൽ നേട്ടങ്ങൾ, കോമൺവെൽത്ത് മെഡൽ അടക്കമുള്ള മെഡൽ നേട്ടങ്ങൾ, അതിനപ്പുറത്തേക്ക് ഒരു കായിക താരത്തിനപ്പുറത്തേക്ക് കഴിഞ്ഞ വർഷം ജന്തർ
ജലന്ധറിലും നമ്മൾ രാജ്യം തന്നെ കണ്ടതാണ്. ഈ വിനേഷ് ഫോഗോട്ട് അടക്കമുള്ള താരങ്ങളുടെ നേതൃത്വത്തിലുള്ള സമര പോരാട്ടങ്ങൾ അതെല്ലാം പിന്നിട്ട ശേഷമാണ് പിന്നീട് കായിക മേഖലയിലേക്ക് അസാധ്യം എന്ന് കരുതിയിരുന്ന ഇടത്തു നിന്നാണ് പിന്നീട് കായിക മേഖലയിലേക്ക് മടങ്ങിയെത്തുന്നതും ഈ ഒളിമ്പിക്സിലേക്ക് വരെ എത്തുന്നതും. അതും ആ ഒരു ഘട്ടത്തിലും 53 എന്ന സ്വന്തം കാറ്റഗറി, അതിൽ നിന്നാണ് പിന്നീട് ആ കാറ്റഗറിയിൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് 3 കിലോ കുറച്ചുകൊണ്ട് വലിയൊരു വെല്ലുവിളി ഏറ്റെടുത്ത് മത്സരിക്കുകയും അത്യുജ്വലമായ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തത്. എന്നാൽ അതീവ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടാവുകയും 100 ഗ്രാം എന്ന സാങ്കേതിക തടസ്സത്തിൻ്റെ പേരിൽ മെഡൽ തന്നെ നഷ്ടമാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി വിനേഷിന്. ഇതിൻ്റെ തുടർച്ചയായാണ് ഇത്തരത്തിൽ ഒരു കായിക മേഖലയിൽ നിന്ന്, അല്ലെങ്കിൽ താൻ ഏറെ സ്നേഹിച്ച ഗുസ്തിയിൽ നിന്നും പിന്മാറുന്ന ഒരു തീരുമാന പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഒട്ടേറെ പേർ ഇതിനോട് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. വിനേഷിൻ്റെ വൈകാരികമായുണ്ടായ ഈ തീരുമാനം, ഇതിൽ പുനഃപരിശോധിക്കാനുള്ള ഇടപെടൽ എന്ന ആവശ്യം ശക്തമായി തന്നെ ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വിനേഷിൻ്റെ തീരുമാനം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ നേതൃത്വം, രാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തുകയും വിനേഷിൻ്റെ ഈ സാഹചര്യം, കഴിഞ്ഞ മത്സരത്തിലെ പ്രകടനം തന്നെ രാജ്യത്തെ 140 കോടി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മെഡൽ നേട്ടമാണ് എന്ന അതടക്കമുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വിനേഷിന് പിന്തുണ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഈ വിനേഷിൻ്റെ തീരുമാനത്തെ പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഈ ഘട്ടത്തിൽ വീണ്ടും ശക്തമായി തന്നെ ഉയരുകയാണ്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ കായിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം, നിരാശാജനകമായ ഒരു തീരുമാനം എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. കാരണം ഇനിയും സമയം ഏറെ ബാക്കിയുണ്ട്. വിനേഷ് ഫോഗോട്ടിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പോരാട്ട വീര്യമുള്ള ഒരു താരത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒളിമ്പിക്സും അല്ലെങ്കിൽ അടുത്ത ഒന്നിൽ കൂടുതൽ ഒളിമ്പിക്സ് മത്സരിക്കാനുള്ള പോരാട്ട വീര്യവും പ്രായവും വിനേഷിന് അനുകൂലമായി ഉണ്ട് എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ ഗ്രാമം ഏറെ സങ്കടത്തിൽ തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ മുൻപ് കരസ്ഥമാക്കിയ ഫോഗോട്ട് സഹോദരിമാർ കരസ്ഥമാക്കിയ മെഡലുകൾ. ആ മെഡൽ എല്ലാം തന്നെ ഈ മഹാവീർ ഫോഗോട്ട് എന്ന വിനേഷ് ഫോഗോട്ടിൻ്റെ അമ്മാവൻ വസതിയിൽ ആണ് ഈ ദൃശ്യങ്ങൾ. ഇവിടെ എല്ലാ വലിയ സങ്കടത്തിൽ തന്നെയാണ് ഇവിടെ ഈ എല്ലാവരും തന്നെയുള്ളത്. എന്തായാലും ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഈ ഗ്രാമവാസികളടക്കം എല്ലാവരും ഉള്ളത്. SKN. ഓക്കെ, താങ്ക് യു. വിനേഷ് ഫോഗട്ട് ജനിച്ച ഹരിയാനയുടെ മണ്ണിൽ നിന്നാണ് ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേർന്നത്.